മറ്റേ കഥയാണിത്. അതായത് അസുരന്മാരും ദേവന്മാരും കൂടിയിട്ട് പാലാഴി കടഞ്ഞിട്ട് അത് സ്വർണ്ണമായി മാറി അമൃത് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്റ്റോറിയാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മുടെ വലിയ നന്ദി, ഇവിടെ ഒരു നന്ദിയുണ്ട്, പിന്നെ അവിടെയും ഒരു നന്ദിയുണ്ട് കേട്ടോ, 2 നന്ദിയുണ്ട്. നമ്മൾ ഫസ്റ്റ് 3ാമത്തെ ടെമ്പിളിലാണ് എത്തിയുള്ളത്. ഇപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ്റെ കഥയാണ് ഇവിടെ കാണുന്നത്. ശ്രീകൃഷ്ണൻ കൂതന വന്നിട്ട് പാല് കൊടുക്കില്ല ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്, ആ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വന്നവിടെ ഒരല് കെട്ടിയിട്ടുള്ള ശ്രീകൃഷ്ണൻ, മുകളിലുള്ള ഡിസൈൻ, ഇതിൻ്റെ ഉള്ളിലും മഹാദേവൻ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഫൈനലി നമ്മളിത് ഹലേബീഡു എന്ന് പറഞ്ഞൊരു അമ്പലത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഫ്രണ്ടിൽ കാണുന്നത് നമുക്കൊരു ബുദ്ധൻ്റെ സ്റ്റാച്ചു ആണ് നമ്മൾ നേരെ കാണുന്നത്. ഇവിടെ എന്തോ പരിപാടി നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു 14th സെഞ്ച്വറിയിലുള്ളൊരു അമ്പലം കൂടിയാണ് കേട്ടോ നമ്മുടെ ഹലേബീഡു എന്ന് പറഞ്ഞ അമ്പലം. ചിക്മംഗ്ലൂർ ടു ഹസൻ റൂട്ടിലാണ് നമ്മുടെ ഈ ഹലേബീഡു എന്ന് പറഞ്ഞ അമ്പലം ഉള്ളത് കേട്ടോ. ചിക്മംഗ്ലൂർ വരുമ്പോൾ മിസ് ചെയ്യാണ്ട് കാണേണ്ട ഒരു സംഭവമാണ് ഹലേബീഡു ടെമ്പിൾ കേട്ടോ. പക്ഷേ എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ നമ്മൾ എന്തൊരു ഫങ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ ഇറങ്ങി. ഇതാണ് ഇവിടുത്തെ തൂണുകളും കാര്യങ്ങളൊക്കെ. നടുക്കിലൊരു തൂണ്, പിന്നെ മുകളിൽ നോക്കിയാൽ നല്ലൊരു ഡിസൈൻ കാണും. കല്ലുകൊണ്ട് പണിതുള്ള ഡിസൈനാണ്. അന്നത്തെ കാലത്ത് പണ്ട് കല്ലിൽ കുത്തിയെടുക്കുന്ന ഡിസൈൻസ് വേറെ ലെവലാണ് ശരിക്കും. ഇവിടെ നമുക്ക് ഈ ഒരു ഡിസൈനൊക്കെ കണ്ടില്ലേ, 300 വർഷം പഴക്കമുള്ളൊരു അമ്പലം കേട്ടോ. മഹാദേവ. പിന്നെ അവിടെ നോക്കി വെച്ചാൽ നമ്മുടെ മറ്റേ കഥയാണിത്. അതായത് അസുരന്മാരും ദേവന്മാരും കൂടിയിട്ട് പാലാഴി കടഞ്ഞിട്ട് അത് സ്വർണ്ണമായി മാറി അമൃത് എടുക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സ്റ്റോറിയാണ് ഈ കാണുന്നത് കേട്ടോ. ആ ഒരു കഥയാണ് ഇവിടെ ശില്പത്തിൽ കൊത്തി വെച്ചിട്ടുള്ളത്. നമുക്കിവിടെ കാണാം, ഇവിടെ പാമ്പിൻ്റെ ഇത് കാണാം. ഇത് കണ്ടപ്പോഴാണ് മനസ്സിലായത് ശരിക്കും, അല്ലാതെ മനസ്സിലായിട്ടില്ല. പാമ്പിനെ ഇത് കണ്ടപ്പോൾ ഒരു നമ്മൾ അന്ന് ആലോചിച്ച് നോക്കിയപ്പോൾ കിട്ടിയ സംഭവമാണ്. ഈ ഒരു സ്റ്റോറി തന്നെ നമുക്കിങ്ങനെ എന്താ പറയുക, ഒരു ആൾക്കാർ കണ്ട പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലാക്കാൻ തന്നെ ഒരു കഴിവ് തന്നെയായിട്ടായി. ഇതായത് ഇങ്ങനെ ചെറുതാക്കി ഇങ്ങനെ കുത്തിയെടുക്കുക എന്ന് പറയാൻ തന്നെ ഒരു കഴിവ് തന്നെയാണ് അല്ലേ. ഇവിടെ നോക്കുകയാണെച്ചാലും ഒരു സ്റ്റോറീസ് നമുക്ക് കാണാം. ഇത് മാത്രമേ നമുക്ക് മനസ്സിലായുള്ളൂ, ബാക്കി എന്തൊക്കെയാണ് എന്താ കഥ മനസ്സിലായിട്ടില്ല. കണ്ടിട്ട് വെള്ളത്തിന്റെ ഇതിലും മീനും ആമയും ഒക്കെ ഒരാൾ തപസ്സിരിക്കുന്ന, വെള്ളത്തിന്റെ ഇടയിലും തപസ്സിരിക്കുന്ന എന്താ കഥ എന്നുള്ളത് നമുക്കറിയില്ല. കിട്ടില്ല. പിന്നെ ഇത് നരസിംഹസ്വാമിയുടെ മറ്റേ ഇത് അതൊക്കെ. പിന്നെ ഇത് മറ്റേ അതാണോ രഥം. അങ്ങനെ ഓരോരോ സ്റ്റോറീസാണ് നമ്മുടെ ഈ ടെമ്പിളിന് ചുറ്റും കൊത്തി വെച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ നോക്കുകയാണെന്ന് വെച്ചാൽ നമ്മൾ മഹാദേവനെ കാണാം. അവിടെ മഹാദേവൻ പാർവതി ദേവി ഇരിക്കുന്നത് കാണാം. പിന്നെ മഹാവിഷ്ണുവിനെ കാണാം. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ കൊത്തി ഉണ്ടാക്കുന്നത് ഒരു കഴിവ് തന്നെയല്ലേ. അന്നത്തെ കാലത്ത് മെഷീനും ഇല്ല, ഒന്നുമില്ലാതെ ഇത് കൊത്തുമ്പോൾ വേറെ ലെവൽ തന്നെയല്ലേ. സമ്മതിക്കണം ഈ മനുഷ്യന്മാരെയൊക്കെ. ഇത് ശരിക്കും പറഞ്ഞാൽ 14ാം സെഞ്ച്വറിയിലുള്ളൊരു അമ്പലം കേട്ടത്. 10 to 14 സെഞ്ച്വറിയിലുള്ളൊരു അമ്പലമാണിത്. അപ്പോൾ ഇത് നോക്കി വെച്ചാൽ നമ്മുടെ രാവണൻ കൈലാസം തലയിൽ വെച്ചുള്ളൊരു സീനാണ് കാണുന്നത്. ഒരു കഥ ഉണ്ട് ഇങ്ങനത്തെ. ആ കഥയാണ് ഇവിടെ കൊത്തി വെച്ചിട്ടുള്ളത്. നല്ല അടിപൊളിയുണ്ട്. തലയുടെ മുകളിലുള്ള ഫുള്ള് കൈലാസമാണ്. കൈലാസം തലയിൽ വെച്ചിട്ടാണ് രാവണൻ നിൽക്കുന്നത്. ഒരു കഥയുണ്ടത്, അങ്ങനത്തെ ഒരു കഥ ഉണ്ട്. നന്ദി മഹാദേവനെ കാണാൻ വിടാതെ രാവണനെ തടയുമ്പോൾ രാവണൻ കൈലാസം തന്നെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് തലയിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ എടുത്തപ്പോൾ മഹാദേവൻ, അതായത് കൈലാസം എടുത്തപ്പോൾ ഫുള്ള് വൈബ്രേഷനായപ്പോൾ
കാലുകൊണ്ട് ഒരു അമർത്തിയപ്പോൾ രാവണൻ്റെ തലയിലേക്ക് കൈലാസം വീഴുകയാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ട് ശരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ മഹാദേവനും പാർവതി ദേവിനെയാണ് ഉള്ളത്. ഇവിടെ നോക്കുകയാണെങ്കിൽ നന്ദിയുടെ പുറത്തിരിക്കണ മഹാദേവനും പാർവതിയും കാണാം. പിന്നെ കാഴ്ച ഇവിടെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കിവിടെ അനന്തശയനം കിടക്കുന്ന മഹാവിഷ്ണുവിനെ കാണാം. അവിടെ പാമ്പിൻ്റെ അല്ല ബ്രഹ്മാവിരിക്കുന്ന സ്ഥലമൊക്കെ പൊട്ടിപ്പോയിരിക്കുന്നു. പാമ്പിൻ്റെ തല ഇവിടെ കാണാം. പാമ്പിൻ്റെ മേത്ത് കിടക്കുന്ന അനന്തശയനം നമുക്കിവിടെ കാണാം. പിന്നെ അവിടെ നിന്ന് ഇവിടേക്ക് നോക്കുകയാണെന്ന് വെച്ചാൽ ശ്രീകൃഷ്ണൻ്റെ കഥയാണ് ഇവിടെ കാണുന്നത്. ശ്രീകൃഷ്ണൻ കൂതന വന്നിട്ട് പാല് കൊടുക്കില്ല ശ്രീകൃഷ്ണനെ കൊല്ലാൻ വേണ്ടിയിട്ട്. ആ ഒരു കഥയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വന്നവിടെ ഒരല്ല് കെട്ടിയിട്ടുള്ള ശ്രീകൃഷ്ണൻ കാണാം അവിടെ. അപ്പോൾ ശ്രീകൃഷ്ണൻ്റെ കഥയാണ് ഇവിടെ ഇങ്ങനെ കുത്തി വെച്ചിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ വെച്ചാൽ നമ്മുടെ അമ്പലം അവിടെ ഇരുന്നു. അപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങിയിട്ട് നമ്മളിപ്പോൾ തിരിച്ച് നമ്മൾ ഫസ്റ്റ് പോയ അമ്പലമുണ്ട്, ആ അമ്പലത്തിൻ്റെ അവിടേക്ക് പോകണം. ഇനി അതും കൂടാതെ ഒരു അമ്പലം കൂടി ഉണ്ട് മെയിൻ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാവരും അത് കണ്ടിട്ട് ഇത് കണ്ടിട്ടൊക്കെയാണ് വരാറ്. നമ്മൾ സെക്കൻഡ് കാണേണ്ട അമ്പലം ഫസ്റ്റ് കണ്ടു, ലാസ്റ്റ് കാണേണ്ട അമ്പലം സെക്കൻഡ് കണ്ടു. ഇനി ഫസ്റ്റ് കാണേണ്ട അമ്പലം നമ്മൾ ലാസ്റ്റാണ് പോയി കാണാൻ പോകുന്നത്. ബാക്ക് ടു ഇപ്പോൾ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ശില്പപരമായിട്ട്, അതായത് കണ്ട് കഥ പകർത്താന്ന് പറയില്ലേ, അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് അവിടെ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമുള്ള ശില്പങ്ങളും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് 3ാമത്തെ ടെമ്പിളിലാണ് എത്തിയുള്ളത്. ഇപ്പോൾ അവിടെ നോക്കി വെച്ചാൽ നമുക്കൊരു വലിയ നന്ദീനെ കാണാം അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളിലാണുള്ളത് കേട്ടോ. ഇവിടെയും പൂജയൊക്കെ നടക്കുന്ന ഒരു അമ്പലമാണത്. ഈ ദേവിയുടെ ഒരു ശില്പം കണ്ടില്ലേ, നന്ദി ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല, സമ്മതിക്കില്ല. ഇവിടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞു അവിടെ. മഹാദേവ ഇരിക്കുന്ന അവിടെയാണ്. ഇത് പണ്ട് ഒരേ മൂർത്തികളിൽ നേരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. മുകളിലത്തെ ഒരു ഡിസൈൻ കണ്ടില്ലേ, നരസിംഹൻ്റെ ഡിസൈനാണ്. ഓക്കെ, ഇതാണ് ചോദിച്ചു കൊടുത്ത മുകളിലുള്ള ഡിസൈൻ. ഇതിൻ്റെ ഉള്ളിലും മഹാദേവൻ തന്നെയാണ് ഇരിക്കുന്നത്. മഹാദേവൻ തന്നെയാണ് ഉള്ളിലിരിക്കുന്നത്. ഈ മഹാദേവൻ്റെ നേരെ ഓപ്പോസിറ്റും ഒരു നന്ദിയുണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് ബാക്കിലെത്തിയിട്ടാണ്. നമ്മുടെ അമ്പലത്തിൻ്റെ ബാക്ക് സൈഡാണിത്. നേരത്തെ കണ്ടത് നിങ്ങൾ ഫ്രണ്ട് സൈഡാണ്, ഇതാണ് ബാക്ക് സൈഡ്. ബാക്ക് സൈഡ് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്. അവിടെ നോക്കിയാൽ നമ്മൾ നന്ദിനെ കണ്ടിട്ട് നന്ദി ഇരിക്കുന്നത് അതിൻ്റെ ഉള്ളിൽ. നമ്മുടെ വലിയ നന്ദി, ഇവിടെ ഒരു നന്ദിയുണ്ട്, പിന്നെ അവിടെയും ഒരു നന്ദിയുണ്ട്. 2 നന്ദിയുണ്ട്. 2 മഹാദേവനാണ് ഉള്ളിലിരിക്കുന്നത്. 2 മഹാദേവൻ്റെ ഫ്രണ്ടിലും വലിയ നന്ദിയുണ്ട്. അവിടെയും നമുക്ക് കാണാം വലിയൊരു നന്ദി ഇരിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ നമ്മളിത് 2ാമത്തെ നന്ദിയുടെ അടുത്തെത്തി. നേരത്തെ നമ്മൾ അവിടെ ആയിരുന്നു, ഇത് 2ാമത്തെ നന്ദി കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂർ ഇന്നലെ നമ്മളൊരു 2 o'clock ആ ടൈമിലാണ് നമ്മൾ എത്തിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചിക്കമംഗ്ലൂരിൽ നിന്ന് ഹലേബീഡിൽ നിന്ന് നേരെ ഞാനാണ് ഡ്രൈവ് ചെയ്തത്. കാരണം അധികം വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് ഡേ ആണ് നമ്മളപ്പോൾ നോക്കിയപ്പോൾ വീഡിയോ എൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. വീഡിയോ ഇപ്പോഴാണ് ഞാൻ എൻഡ് ചെയ്യുന്നത്. അപ്പോൾ ചിക്കമംഗ്ലൂരൊക്കെ പോകുന്ന ആൾക്കാർ എന്തായാലും ആ റൂട്ട് തന്നെയാണ്, അതായത് സെയിം റൂട്ട് തന്നെയാണ്. നമ്മുടെ ഹസന്ന് ചിക്കമംഗ്ലൂർ പോകുന്ന റൂട്ടിലാണ് നമ്മുടെ ഹലേബീഡു എന്ന് പറയുന്ന ടെമ്പിൾ ഉള്ളത്. അപ്പോൾ ചിക്കമംഗ്ലൂർ പോകുമ്പോൾ നമ്മുടെ ഹലേബീഡുവിൽ കയറി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അമ്പലത്തിൻ്റെ ചുറ്റുമുള്ള ചിത്രങ്ങൾ, കൊത്തു ചിത്രങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് എല്ലാ സ്റ്റോറീസും നിങ്ങൾക്ക് മനസ്സിലാവും. ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസിൻ്റെ കാര്യങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നടത്തുള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ വീഡിയോ കണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അണ്ടിൽ സൈനിങ് ഓഫ് വിഷ്ണു. ബൈ ബൈ.